കണ്ണൂർ പഴയങ്ങാടിയിലും ഇരിട്ടിയിലും ലഹരി വസ്തുക്കളുമായി 2 പേർ പോലീസിന്റെ പിടിയിലായി. പഴയങ്ങാടിയിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയിലെ പ്രവർത്തകനായ മാട്ടൂർ സ്വദേശിയായ ഫാസിലാണ് 14 ഗ്രാം കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായത്. ഇരിട്ടി എടൂരിൽ നടത്തിയ പരിശോധനയിൽ മത്സ്യവില്പന നടത്തുന്ന ഉളിയിൽ സ്വദേശിയായ ഷഹീറിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാട്ടൂൽ സ്വദേശി ഫാസിൽ പിടിയിലാകുന്നത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ 14 ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. മാട്ടൂൽ മാടായി ഭാഗങ്ങളിലെ ലഹരി സംഘങ്ങളെ പിടികൂടാനുണ്ടാക്കിയ ധീര എന്ന ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തകനാണ് ഇയാൾ. 100-ലധികം അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ് യുവാവെന്നും ഇയാൾ പിടിക്കപ്പെട്ടതോടെ കൂടുതൽ രഹസ്യ സ്വഭാവമുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നും കൂട്ടായ്മ അറിയിച്ചു. ഇരിട്ടി എടൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മത്സ്യവ്യാപാരിയുടെ കടയിൽ നിന്നും വീട്ടിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. ഉളിയിൽ സ്വദേശിയായ ഷഹീറിന്റെ കടയിൽ നിന്നും വാടക വീട്ടിൽ നിന്നുമായി 70 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. മൈസൂരിൽ നിന്നുമാണ് ഇയാൾ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസ് പിടികൂടിയതിന് പിന്നാലെ ഇയാളുടെ കടയിലേക്ക് നാട്ടുകാർ പ്രതിഷേധ പ്രകടനം നടത്തി. ജനം, കണ്ണൂർ.